ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിൽ നിന്ന് ഒറ്റപ്പെടുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഹമാസിലെയും പാലസ്തീനിലെയും ജനങ്ങൾ എന്നോട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അബ്ദുള്ള അബൂ ഷാവേസ് പറഞ്ഞത് ഞങ്ങൾ ദുരന്തം കാണുകയായിരുന്നു, തിന്നുകയായിരുന്നു എന്നാണ്. എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത് എന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. ബോംബാക്രമണത്തിനിരയായി മരിച്ചുപോയത് അപ്പോഴെ തന്നെ മരിച്ചു. എല്ലാവരെ കൊണ്ടുപോയിട്ട് ആശുപത്രിയിൽ ചികിത്സിക്കുമ്പോൾ ആശുപത്രിയിൽ അതിനുവേണ്ടി ബോധം കെടുത്താൻ വേണ്ടിയിട്ടുള്ള അനസ്തേഷ്യ കൊടുക്കുന്ന മരുന്നില്ല. അനസ്തേഷ്യ കൊടുക്കാതെ തന്നെയാണ് ഓപ്പറേഷൻ നടക്കുന്നത് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കതിൻ്റെ ഒരു ദുരന്തം. കുട്ടികളെയും സ്ത്രീകളെയും ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ആശുപത്രി തന്നെ വളരെ വളരെ പ്രയാസകരമായൊരവസ്ഥ. അവിടെ തന്നെ ബോംബ്. പക്ഷെ അവരെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആവശ്യമുള്ള അനസ്തേഷ്യ പോലും കൊടുക്കാനാവുന്നില്ല. പല സ്ഥലത്തും ആ മരുന്നേ ഇല്ല. ഇങ്ങനെയുള്ളൊരു ദുരന്തം ഒരു സാമ്പിളായിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. ഇതാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്, ഇതാണ് യുദ്ധത്തിൻ്റെ കെടുതിയായിട്ട് ഞങ്ങൾ കാണുന്ന ഒരു ചിത്രം എന്ന്. മനുഷ്യനെ വേദനിപ്പിക്കുന്ന മരണം മാത്രമല്ല, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തത്രപ്പാടിൻ്റെ ഭാഗമായിട്ട് ഈ കുട്ടികളും സ്ത്രീകളും സാധാരണ മനുഷ്യരും അഭിമുഖീകരിക്കുന്ന മരണതുല്യമായ കാര്യങ്ങൾ ഓരോരുത്തരെയും വേദനിപ്പിക്കുന്നത്. ലോകത്തെമ്പാടുമുള്ള മനുഷ്യത്വമുള്ളവർ, ജനാധിപത്യവാദികൾ, ഇടതുപക്ഷക്കാർ എല്ലാം ഈ അമേരിക്കയുടെയും അതിൻ്റെ പൂർണ്ണ പിന്തുണയിൽ നിന്ന് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഇസ്രയേലിനെയും അവർക്ക് മൗനാനുവാദം നൽകുന്ന ഇന്ത്യയുടെയും നിലപാടിനെ നല്ലതുപോലെ പ്രതിഷേധിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ജനത ഒരു രാഷ്ട്രീയത്തെയും അതിൻ്റെ അതിർവരമ്പുകളെയും കാണാതെ കോളനി വാഴ്ചക്കെതിരായിട്ട് പൊരുതി അതിൻ്റെ പാരമ്പര്യത്തിൽ സ്വാതന്ത്ര്യം നേടിയ ഒരു രാഷ്ട്രം കൂടിയാണ് ഇന്ത്യ എന്നുള്ളതുകൊണ്ട്, സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളതുകൊണ്ട്, അതിൻ്റെ പാരമ്പര്യം അതാണ് എന്നുള്ളതുകൊണ്ട് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഈ കടന്നാക്രമണത്തിനെതിരായി, പശ്ചിമേഷ്യയുടെ ഏത് മേഖലയിൽ നടക്കുന്ന കടന്നാക്രമണത്തിനുമെതിരായി അവിടെ വന്നു വീഴുന്ന ഓരോ ബോംബും ഓരോ ചില്ലും ഈ നാടിൻ്റെ ഓരോ മനുഷ്യൻ്റെയും ശരീരത്തിലേക്കാണ് തറക്കുന്നത് എന്ന കൃത്യമായ ധാരണയോടെ, അതിൻ്റെ വേദന സഹിക്കുന്ന ഒരു മാനസികാവസ്ഥയോടെ നമുക്ക് പാലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. എൻ്റെ ശരീരത്തിലേക്കാണ് ഇത് ഓരോന്നും വന്ന് വീഴുന്നത്. കൃത്യമായിട്ടൊരു ആത്മവികാരത്തോടെ ഈ കടന്നാക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ പ്രവർത്തനത്തിലേക്ക് നമുക്ക് നീങ്ങേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, സാമ്രാജ്യത്വത്തിന് സഹാനുഭൂതിയില്ല, സാമ്രാജ്യത്വത്തിന് ജനാധിപത്യ ബോധമില്ല, മനുഷ്യത്വപരമായൊരു സമീപനമില്ല. സാമ്രാജ്യത്വത്തിൻ്റെ അന്ത്യം കുറിക്കുന്ന നാളേക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ലോകത്തെമ്പാടുമുള്ള സാമ്രാജ്യത്വ വിരോധികളായ മനുഷ്യരാകെ. അവരുടെ ചേരിയിൽ നിന്ന് വർത്തമാന കാലഘട്ടത്തിലെ അതിനിഷ്ഠൂരമായ ഈ കടന്നാക്രമണത്തെ പ്രതിരോധിക്കുമെന്ന്, ഇതിനെന്താണ് ഭാവി എന്നതിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവതരമായ രീതിയിലാണ് പലസ്തീൻ അംബാസിഡർ ഞങ്ങളോട് പറഞ്ഞത്. ഒരു 10-15 കൊല്ലം കഴിയുമ്പോഴേക്ക് ലോകത്തിൻ്റെയും ഇന്ത്യയുടെയും ഉൾപ്പെടെ സ്ഥിതി എന്തായിരിക്കുമെന്നാണ്. തീവ്ര വലതുപക്ഷ നിലപാടുകൾക്കെതിരായിട്ട് പൊരുതുന്ന ഒരു ജനത ലോകവ്യാപകമായിട്ട് ഉയർന്നു വരുമെന്നും, ഈ സാമ്രാജ്യത്വം എല്ലാ കാലത്തും ഇതുപോലെ ലോകരാഷ്ട്രത്തിന്റെ പ്രസിഡന്റായും ഏത് രാജ്യത്തെയും കടന്നാക്രമിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും മുന്നോട്ടേക്ക് പോവില്ല. ലോകത്ത് ഒരു ഭീകരശക്തിയും ആ രീതിയിൽ തുടർന്നിട്ടില്ല. ഇതിനെ പിടിച്ചുകെട്ടാനുള്ള ജനകീയ കരുത്തോടെ ഈ ലോകം മുന്നോട്ടേക്ക് പോകും. ആ ലോകത്തിൻ്റെ ഒപ്പം ഇന്ത്യയിൽ, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്
മതനിരപേക്ഷ ശക്തികളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ ജനതക്ക് പാലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടേക്ക് പോകാനാവുമെന്നുള്ളതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇസ്രയേലിനെതിരായിട്ടുള്ള അമേരിക്കക്കെതിരായിട്ടുള്ള ജനാധിപത്യ ബോധമുള്ള മുഴുവൻ മനുഷ്യരും കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കേരളം ഒറ്റക്കെട്ടായി സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് അണിനിരക്കുന്നു എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.